ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് കോസിങ് ദ മോഷൻ, അല്ലെങ്കിൽ ഫ്ലൂയിഡിന് മോഷന് കാരണമായ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാതെ ഉള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫ്ലൂയിഡ് കൈനറ്റിക്സ് ആണ്. ഫ്ലൂയിഡ് കൈനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് കൺസിഡറിങ് ദ ഫോഴ്സ് കോസിങ് ദ മോഷൻ. അതായത് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഇൻ പ്രൊഡ്യൂസിങ് ഓർ ചേഞ്ചിങ് മോഷൻ ഓഫ് ഫ്ലൂയിഡ്സ് ഇസ് നോൺ ആസ് ഹൈഡ്രോകൈനറ്റിക്സ്. അതായത് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൈനറ്റിക്സ്. ഫ്ലൂയിഡിന് മോഷന് കാരണമായ ഫോഴ്സിനെ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ എന്തൊക്കെ ഫോഴ്സസ് പ്രസന്റ് ആണ്? ഫ്ലൂയിഡ് ഫ്ലോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്? ഗ്രാവിറ്റി ഫോഴ്സ്, പ്രഷർ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ് ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി. ഇത്രയും ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഫ്ലൂയിഡ് സ്റ്റഡിയിൽ. അതായത് ഗ്രാവിറ്റി ഫോഴ്സ്, പ്രഷർ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ് ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി. അതായത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെയൊക്കെ സമ്മാനിക്കും. ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ, ഫോഴ്സ് ഡ്യൂ ടു വിസ്കസ് ഫോഴ്സ്, ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ്, ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി. ഇതിൻ്റെയൊക്കെ സമ്മാനിക്കുന്നത് നെറ്റ് ഫോഴ്സ്, ഒരു ഫ്ലൂയിഡ് മോഷനിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഫോഴ്സസിൽ നമ്മൾ ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി നെഗ്ലിജിബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ, ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ്. ഇത്രയായിരിക്കും നെറ്റ് ഫോഴ്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഓഫ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷനിൽ ഏതൊക്കെ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ, വിസ്കസ് ഫോഴ്സ് ആൻഡ് ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസ്. ഇത്രയും ഫോഴ്സസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഇക്വേഷൻ ഓഫ് മോഷനെ നമുക്ക് എന്ത് പറയാം? റെയ്നോൾഡ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയും. ഇനി ഇതിൽ ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻറ്റ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, അതും നെഗ്ലിജിബിൾ ആണെങ്കിൽ ആ ഇക്വേഷൻ ഓഫ് മോഷനെയാണ് എന്ത് പറയുന്നത്? നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോഴ്സുകൾ കൺസിഡർ ചെയ്യുന്നത്? ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ആൻഡ് ഫോഴ്സ് വിസ്കസ് ഫോഴ്സ്. ഇത്രയും കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ, ഫ്ലൂയിഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ നേവിയർ സ്റ്റോക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഈ ഫോഴ്സ് ഡ്യൂ ടു വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സും സീറോ ആണെങ്കിൽ നമുക്ക് അവിടെ ഏതൊക്കെ ഫോഴ്സേ ഉണ്ടാവുള്ളൂ? ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റിയും ഫോഴ്സ് ഡ്യൂ ടു പ്രഷറും. ഈ രണ്ട് ഫോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ ആ ഇക്വേഷൻ ഓഫ് മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എന്ത്? ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റിയും ഫോഴ്സ് ഡ്യൂ ടു പ്രഷറും. അവിടെ ഫോഴ്സ് ഡ്യൂ ടു വിസ്കസും ഫോഴ്സ് ഡ്യൂ ടു ടർബുലൻസും അതുപോലെ തന്നെ ഫോഴ്സ് ഡ്യൂ ടു കംപ്രസിബിലിറ്റി, ഇത് മൂന്നും എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഇക്വേഷൻ ഓഫ് മോഷനെയാണ് നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കേസും ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, എനർജീസ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷൻ. ഒരു ഫ്ലൂയിഡിൽ, ഒരു ലിക്വിഡിന്, മൂവിങ് ലിക്വിഡിൽ എന്തൊക്കെ എനർജി പ്രൊസസ് ചെയ്യുന്നു, എന്തൊക്കെ എനർജി ഉണ്ട് ഒരു മൂവിങ് ലിക്വിഡിൽ? ആദ്യം നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? എനർജി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. അതായത് ഒരു ഫ്ലൂയിഡിന്റെ പർട്ടിക്കുലർ ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന അതായത് ഒരു ഹൊറിസോണ്ടൽ ഡാറ്റം ലൈനിൽ നിന്ന് ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഡാറ്റ ഉണ്ടെന്നായിരിക്കുക. ഒരു ഡാറ്റത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ട്യൂബിൽ ഫ്ലൂയിഡ് റൈസ് ചെയ്യുന്നു. ഈ സെറ്റ് ഹൈറ്റ് കാരണം ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി. അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഹെഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്ററിലായിരിക്കും. അതായത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റൽ ലൈനിൽ നിന്ന് ലിക്വിഡിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിക്വിഡിന്റെ
പൊസിഷൻ കാരണം ഉണ്ടാകുന്ന എനർജിനെയാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. വെലോസിറ്റി ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പേര് പോലെ തന്നെ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ, എനർജി പൊസസ്ഡ് ബൈ എ ലിക്വിഡ് വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഓർ വെലോസിറ്റി. ഒരു ലിക്വിഡിന്റെ വെലോസിറ്റി കാരണം അതിനുണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ ഈ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് നമ്മൾ കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് ഓഫ് എ ലിക്വിഡ് കറസ്പോണ്ടിങ് ടു ദ പർട്ടിക്കുലർ വെലോസിറ്റി ഓഫ് എ ലിക്വിഡ്. ആ ഒരു പർട്ടിക്കുലർ ലിക്വിഡിന്റെ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റിനെയാണ് നമ്മൾ വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത്. അതായത് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ആണെന്ത് വെലോസിറ്റി ഹെഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി. ഹാഫ് എം വി സ്ക്വയർ ബൈ എം ജി. നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി ഹെഡ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g എന്ന് കിട്ടും. വി സ്ക്വയർ ബൈ 2g. ഇനി നെക്സ്റ്റ് പ്രഷർ എനർജി. പ്രഷർ എനർജി എന്ന് പറയുന്നത് എന്താണ്, എനർജി പൊസസ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പ്രഷർ. പ്രഷർ ഓഫ് എ ലിക്വിഡ്, ഒരു ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ എനർജി അല്ലെങ്കിൽ പി വി. പ്രഷർ എനർജി അല്ലെങ്കിൽ പി വി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം കറസ്പോണ്ടിങ് ടു ഇറ്റ്സ് പ്രഷർ. അതായത് ഒരു ഫ്ലോയിങ് ലിക്വിഡിന്റെ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഹെഡൊക്കെ നമ്മൾ എന്തിനാ പറയാ, മീറ്ററിലാണ് പറയാം. അതായത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെയാണ് നമ്മൾ കൈനറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. ഈ ഹെഡൊക്കെ എന്തായിരിക്കും, ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളത്തിന്റെ ടേംസിലാണ് പറയുക, അല്ലെങ്കിൽ മീറ്ററിലാണ് നമ്മൾ പറയുക. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ലിക്വിഡ് പ്രോസസ് ചെയ്യുന്ന എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പ്രഷർ എനർജി. ഇപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇത് മൂന്നിൻ്റെയും സമ്മായിരിക്കും. പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പ്രഷർ എനർജി. ഇനി ഹെഡിന്റെ ടേംസ് പറയുകയാണെങ്കിലോ, ടോട്ടൽ ഹെഡ് ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സം ഓഫ് ഡാറ്റം ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, പി ബൈ റോ ജി. ഇതെന്താണ്, സ്പെസിഫിക് വെയിറ്റ് ആണ്, സ്പെസിഫിക് വെയിറ്റ്. അപ്പോൾ പി ബൈ റോ ജി അല്ലെങ്കിൽ പി ബൈ സ്പെസിഫിക് വെയിറ്റ്, പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് z ഈസ് ഈക്വൽ ടു, അതാണെന്ത്, ടോട്ടൽ ഹെഡ്. ടോട്ടൽ ഹെഡ് അതെന്തിലായിരിക്കും, മീറ്റർ ഓഫ് ലിക്വിഡ് കോളത്തിലായിരിക്കും. മീറ്റർ ഓഫ് ലിക്വിഡ് കോളത്തിന്റെ ടേംസിലായിരിക്കും പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്, ബെർണോളിസ് ഇക്വേഷൻ. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ബെർണോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? ബെർണോളിക് ഇക്വേഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: in an ideal compressible fluid, when flow is steady and continuous, sum of pressure head, kinetic energy, pressure energy, kinetic energy and potential energy is constant along a streamline. അതായത് ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് പാത്ത്. അതായത് ബെർണോളിസ് ഇക്വേഷൻ എന്താ പറയുന്നത്, ഒരു ഐഡിയൽ കംപ്രസിബിൾ ഇൻവിസിഡ് ലിക്വിഡ്, ഐഡിയൽ ഇൻകംപ്രസിബിൾ ഇൻവിസിഡ് ലിക്വിഡ്, കംപ്രസിബിൾ അല്ല, ഇൻകംപ്രസിബിൾ ഇൻവിസിഡ് സ്റ്റഡി ഫ്ലോ ലിക്വിഡിന്റെ കേസിൽ, സ്റ്റഡി ഫ്ലോ ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോന്റെ കേസിൽ എന്തായിരിക്കും, ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ എനർജി ത്രൂ ഔട്ട് ദ ഫ്ലോ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ബെർണോളിക് ഇക്വേഷൻ പറയുന്നത്. അവിടെ എന്താണ്, കൺസർവേഷൻ ഓഫ് എനർജിയാണ് ബെർണോളിക് ഇക്വേഷൻ പറയുന്നത്. നമുക്ക് അതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ടോട്ടൽ എനർജി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതാണ് ബെർണോളിക് ഇക്വേഷൻ പറയുന്നത്. ഇൻ ആൻ ഐഡിയൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് വെൻ ഫ്ലോ ഈസ് സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ്, സം ഓഫ് പ്രഷർ എനർജി, വെലോസിറ്റി എനർജി, അതായത് പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റന്റ്. അതാണ് ബെർണോളിക് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ബെർണോളിക് ഇക്വേഷൻ പറയുമ്പോൾ ടോട്ടൽ എനർജി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ, ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ അസംപ്ഷൻസ് എന്തൊക്കെയാണ്, ഫ്ലൂയിഡ് ഐഡിയൽ ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ഐഡിയൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻവിസിഡ് ഫ്ലൂയിഡ് ആയിരിക്കും, അതായത് വിസ്കോസിറ്റി 0 ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റഡി കണ്ടിന്യൂസ് ഫ്ലോ ആൻഡ് ഫ്ലോ ഈസ് അലോങ് ദ
സ്ട്രീം ലൈൻ, അതായത് വൺ ഡയമെൻഷണൽ ഫ്ലോ ആയിരിക്കും. ക്രോസ് ഫ്ലോ ഉണ്ടാകാൻ പാടില്ല. അതായത് ഫ്ലോ അലോങ് ദ സ്ട്രീം ലൈൻ ആയിരിക്കണം, വൺ ഡയമെൻഷണൽ ഫ്ലോ ആയിരിക്കണം. വെലോസിറ്റീസ് യൂണിഫോം ആയിരിക്കണം, യൂണിഫോം ഓവർ ദ സെക്ഷൻ. അതായത് ഈ സെക്ഷനിൽ നമ്മൾ എടുക്കുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്ഷനിൽ നമ്മൾ എടുക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആയിരിക്കും, ആവറേജ് മീൻ വെലോസിറ്റി. അപ്പോൾ ഈ നെക്സ്റ്റ് അസംപ്ഷൻ എന്താണ്? ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ് ആർ ഗ്രാവിറ്റി ഫോഴ്സ് ആൻഡ് പ്രഷർ ഫ്ലൂയിഡ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റി ഫോഴ്സും പ്രഷർ ഫോഴ്സും. അങ്ങനെയാണെങ്കിൽ ബെർണോളിക്ക് ഇക്വേഷൻ പറയുന്നത് എന്താണ്? ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഈസ് കോൺസ്റ്റന്റ്. അതായത് പ്രഷർ സം ഓഫ് പ്രഷർ ഹെഡ് പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ ഹെഡ് ഈസ് എ കോൺസ്റ്റന്റ്. അതായത് P1/ρg പ്ലസ് V1² 2g പ്ലസ് Z1 ഈസ് എ കോൺസ്റ്റന്റ്. ഇനി നമുക്കറിയാം ഇതൊരു ഐഡിയൽ കേസാണ്. ബെർണോളിക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഐഡിയൽ കേസാണ്. ശരിക്കും റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ അവിടെ എന്തായാലും എന്തുണ്ടാവും? ഒരു ലോസ് ഉണ്ടാവും, അല്ലെ? ഒരു ഹെഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്ക് 1ൽ നിന്ന് 2ലേക്ക് 1 എന്നുള്ള പോയിന്റാണ്, ഇവിടെ 2 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇവിടത്തേക്ക് ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ നമുക്ക് ബെർണോളിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? P1/ρg അല്ലെങ്കിൽ P1 ഇത് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ആണ്, അതായത് ρg. ഓക്കെ, ρg P1/ρg പ്ലസ് V1² 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2² 2g പ്ലസ് Z2 പ്ലസ് HL. HL എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ലോസ് ഡ്യൂറിങ് ദ ഫ്ലോ. ഹെഡ് ലോസ്, അതായത് നമുക്ക് റിയൽ ഫ്ലൂയിഡിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു ലോസ് ഉണ്ടാവും, ഫ്രിക്ഷൻ ലോസ് അല്ലെങ്കിൽ ഒരു ഹെഡ് ലോസ് ഉണ്ടാവും. ആ ഹെഡ് ലോസ് ആണ് ഈ HL കൊണ്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ എന്ത് കൂടി ഉണ്ടാവും? ബെർണോളിക്ക് ഇക്വേഷനിൽ ഒരു HL എന്നുള്ള ടേമും കൂടി ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിക്ക് ഇക്വേഷൻ, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിക്ക് ഇക്വേഷൻ. ബെർണോളിക്ക് ഇക്വേഷൻ്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് വെഞ്ചുറിമീറ്റർ, ഓറിഫൈസ് മീറ്റർ ആൻഡ് പിറ്റിയോട്യൂബ്. വെഞ്ചുറിമീറ്റർ, ഓറിഫൈസ് മീറ്റർ ആൻഡ് പിറ്റിയോട്യൂബ് 3 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 കേസസ് ആണ് എന്ത്? വെഞ്ചുറിമീറ്ററും ഓറിഫൈസ് മീറ്ററും അതുപോലെ തന്നെ പിറ്റിയോട്യൂബ്. അതിൽ ആദ്യത്തത് വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, വെഞ്ചുറിമീറ്റർ ഫ്ലോ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. പൈപ്പ് ലൈനിൽ ഫ്ലോ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് എന്ത്? വെഞ്ചുറിമീറ്റർ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ബെർണോളിക്ക് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനാണ് വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ വെഞ്ചുറിമീറ്ററിൽ നിങ്ങൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത് പോലെ വെഞ്ചുറിമീറ്ററിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ട് ഉണ്ടാവും, ഒരു ത്രോട്ട് ഏരിയ ഉണ്ടാവും, പിന്നെ ഒരു ലോങ് ഡൈവേർജിങ് പാർട്ട് ഉണ്ടാവും. ഇത് മൂന്നുമാണെന്ത്? വെഞ്ചുറിമീറ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് വെഞ്ചുറിമീറ്ററിൽ എന്താ ഉണ്ടാവുക? ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ട്, ഒരു ത്രോട്ട് ഏരിയ, ഒരു ലോങ് ഡൈവേർജിങ് പാർട്ട്. ഇത് നമ്മൾ വെഞ്ചുറിമീറ്റർ ഇപ്പോൾ ഒരു പൈപ്പാണെങ്കിൽ പൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വെഞ്ചുറിമീറ്റർ കണക്ട് ചെയ്യുന്നു. വെഞ്ചുറിമീറ്റർ കണക്ട് ചെയ്യുന്നു, ഈ പൈപ്പിലൂടെ ഫ്ലോ മൂവ് ചെയ്യുന്നുണ്ടാവും. ഇനി ഈ ഫിഗറിൽ നോക്കുക, ഈ 1 എന്നുള്ള പോയിന്റ്, 1 എന്നുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ, അതുപോലെ തന്നെ ത്രോട്ടിൻ്റെ ഏരിയ, ത്രോട്ടിലുള്ള പോയിന്റ് ആണെന്ത്? 2 എന്നുള്ള പോയിന്റ്. അപ്പോൾ ത്രോട്ട് ഏറ്റവും ഷോർട്ട് ഏരിയ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും സ്മോൾ ഏരിയ ആയിരിക്കും എന്ത്? ഈ ത്രോട്ട് പോർഷൻ. ഈ ത്രോട്ട് പോർഷനും ഈ 1 എന്നുള്ള പോയിന്റ്, അതായത് പൈപ്പിൻ്റെ ഫ്ലോ, അതായത് ഈ കൺവേർജ് ചെയ്യുന്ന പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ 2 പോയിന്റിനിടയിൽ നമ്മളൊരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഈ വെഞ്ചുറിമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബെർണോളിസ് തിയറം. അതായത് ഈ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യൽ, ഫ്ലോ ആക്സലറേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട്, കൺവേർജിങ് പോർഷനിൽ ഫ്ലോ ആക്സലറേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എന്തുണ്ടാവും? വെലോസിറ്റി ഹെഡ് കൂടും, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കൂടും. വെലോസിറ്റി ഹെഡ് കൂടുന്നതനുസരിച്ചിട്ട് പീസോമെട്രിക് ഹെഡ് കുറയും. അതായത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ ഹെഡ് ആണ് എന്ത്? പൊട്ടൻഷ്യൽ ഹെഡ് പ്ലസ് പ്രഷർ ഹെഡ് ആണ് പീസോമെട്രിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി എന്ത് ചെയ്യും? കുറയും. കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി കുറയും. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് നമ്മൾ എന്ത് വെച്ച് മെഷർ ചെയ്യുന്നു? ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നു. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ നമുക്ക് ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൽ ഒരു y എന്നുള്ള എന്തുണ്ടാവും? y എന്നുള്ള ഒരു ഹൈറ്റ് ഡിഫറൻസ് കോസ് ചെയ്യും. ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ എന്തുണ്ടാവും? ഒരു ഹൈറ്റ് ഡിഫറൻസ്
ഉണ്ടാവും, ലെവൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ ലെവൽ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ് ഡിഫറൻസ് അല്ലെങ്കിൽ പ്രഷർ ഹെഡിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, പിസോമെട്രിക് ഹെഡിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് മെഷർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ 1 എന്നുള്ള പോയിന്റിനും 2 എന്നുള്ള പോയിന്റിനും ഇടയിൽ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ട് ആ ഹെഡ് ഡിഫറൻസ് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെഞ്ചറിമീറ്ററിൻ്റെ കേസിൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ചാർജ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഡിസ്ചാർജ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷനിൽ actual discharge is equal to CD into A1 A2 divided by root of A1 square minus A2 square into root 2 GH. ഇതിൽ A1 എന്ന് പറയുന്നത് എന്താണ്, കൺവെർജിങ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് എന്ത്, 1 എന്നുള്ള പോയിന്റിൽ ഈ ഒരു ഏരിയ ആണ് A1. ഇനി A2 എന്ന് പറയുന്നത് എന്താണ്, ത്രോട്ട് ഏരിയ. A2 എന്ന് പറയുന്നത് ത്രോട്ട് ഏരിയ. അപ്പോൾ A1 A2 into root 2 GH. H എന്ന് പറയുന്നത് എന്താണ്, H എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡാണ്. ഇപ്പോൾ നമുക്കറിയാം ബെർണോളിക്ക് ഇക്വേഷൻ എന്താ പറയുന്നത്, ടോട്ടൽ ഹെഡ് ഈസ് കോൺസ്റ്റന്റ്. അതായത് ഈ കേസ് പറയുകയാണെങ്കിൽ 1 എന്നുള്ള പോയിന്റിനും 2 എന്നുള്ള പോയിന്റും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹെഡ് എങ്ങനെയായിരിക്കും, P1/ρg പ്ലസ് ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് V1² പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2²2g പ്ലസ് Z2. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ ആണെങ്കിൽ വെഞ്ചറിമീറ്റർ ഹൊറിസോണ്ടൽ വെഞ്ചറിമീറ്റർ ആണെങ്കിൽ Z1 Z2 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഹെഡിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, V2²2g മൈനസ് V1²2g ഈസ് ഈക്വൽ ടു P1/ρg മൈനസ് P2/ρg. ഈ P1/ρg മൈനസ് P2/ρg എന്ന് പറയുന്നതാണ് എന്ത്, ഈ H എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് P1/ρg മൈനസ് P2/ρg. ഇത് അപ്പോൾ ഈ ഹെഡ് ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും, ഹെഡ് ഡിഫറൻസ് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഒരു Y എന്നുള്ള ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ H ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഹെവി ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി SH മൈനസ് മാനോമെട്രിക് ഫ്ലോയിങ്, അതായത് മാനോമെട്രിക് ഫ്ലൂയിഡ് ഒരു ഹെവി ലിക്വിഡ് ആണെങ്കിൽ ആ ഹെവി ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ നമ്മുടെ ഫ്ലോയിങ് ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി -1. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, H കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ H ഈ ഒരു ഫോമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു CD ഇൻറ്റു A1 A2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH. നമ്മൾ ഫൈനൽ ഫോമുല മാത്രം ഓർത്ത് വെക്കുക. ഇവിടെ വേറൊരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ഈ CD എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആക്ച്വലി തിയററ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും തമ്മിൽ എന്തായിരിക്കും, ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്, Q ആക്ച്വൽ ഡിവൈഡ് ബൈ Q തിയററ്റിക്കൽ. അങ്ങനെയാണെങ്കിൽ ഈ A1 A2 ഇൻറ്റു റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH എന്ന് പറയുന്നതാണ് എന്ത്, തിയററ്റിക്കൽ ഡിസ്ചാർജിന്റെ ഫോമുല. ഇതിൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ് എന്ത്, ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വെഞ്ചറിമീറ്ററിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ വേരീസ് ബിറ്റ്വീൻ 0.96 to 0.98. ഇതിന്റെ റേഞ്ച് വെഞ്ചറിമീറ്ററിന്റെ കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.96 to 0.98. വെഞ്ചറിമീറ്ററിന്റെ കേസിൽ ലോസസ്, ഫ്ലോയിൽ ഉണ്ടാകുന്ന ലോസസ് കുറവാണ്, അല്ലെങ്കിൽ എനർജി ലോസസ് കുറവാണ്. അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ എത്രയാണ്, 0.96 to 0.98 ആണ്. അതുകൊണ്ട് തന്നെ ആ വാല്യൂ, ആ റേഞ്ച് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ വെഞ്ചറിമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ, വെഞ്ചറിമീറ്ററിൽ കണക്ട് ചെയ്യുന്ന ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ഹെവി ലിക്വിഡ് ആണ്. അതായത് ഫ്ലോയിങ് ഫ്ലൂയിഡിനേക്കാളും ഹയർ ഡെൻസിറ്റിയുള്ള ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് H ഹെഡ് ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, H ഈസ് ഈക്വൽ ടു, ഇപ്പോൾ Y ആണ് ലിക്വിഡ്, ഈ മാനോമീറ്ററിന്റെ യൂട്യൂബിൽ ഉണ്ടാകുന്ന ഹൈറ്റ് ഡിഫറൻസ് Y ആണെന്ന് വിചാരിക്കും. ഹൈറ്റ് ഡിഫറൻസ് Y ആണെങ്കിൽ
head difference H is equal to y into specific gravity of heavy liquid divided by specific gravity of flowing liquid minus 1. H is equal to y into SH divided by SP minus 1. HP എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഹെവി ലിക്വിഡ് ആണെങ്കിൽ H is equal to y into SHL divided by SP minus 1. ഇനി ഇതേപോലെ തന്നെ ഈ മാനോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഒരു ലൈറ്റർ ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ഫ്ലോയിങ് ലിക്വിഡിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്താ ചേഞ്ച് വരിക? ഒന്നുമില്ല. H is equal to y into 1 minus specific gravity of lighter liquid divided by specific gravity of flowing liquid. ഇങ്ങനെ ആയിരിക്കും H കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന H നമ്മൾ ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഡിസ്ചാർജിന്റെ ഫ്ലോ ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, അപ്പോൾ വെഞ്ചറിമീറ്ററിന്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെഞ്ചറിമീറ്റർ ഹൊറിസോണ്ടലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ് 0 ആയിരിക്കും. ഇനി ഇതൊരു ഇൻക്ലൈൻഡ് പൊസിഷനിലോ അല്ലെങ്കിൽ വെർട്ടിക്കൽ പൊസിഷനിലോ കണക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? പൊട്ടൻഷ്യൽ ഹെഡും കൂടി ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഹെഡിലും ചേഞ്ചസ് ഉണ്ടാവും അല്ലെ? പൊട്ടൻഷ്യൽ ഹെഡിലും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ എച്ചിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? എച്ചിന്റെ വാല്യൂ P1 by rho g minus P2 by rho g plus Z1 minus Z2. അതായത് ഈ ഒരു പൊട്ടൻഷ്യൽ ഹെഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കൂടി വരും. പക്ഷേ നമുക്ക് അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെഞ്ചറിമീറ്റർ ഹൊറിസോണ്ടൽ പൈപ്പിലാണോ കണക്ട് ചെയ്യുക, ഇൻക്ലൈൻഡ് പൈപ്പിലാണോ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ വെർട്ടിക്കൽ പൈപ്പിലാണോ കണക്ട് ചെയ്യുക, ഇതിലാണ് സ്യൂട്ടബിൾ എന്ന് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വെഞ്ചറിമീറ്റർ ഏത് പൊസിഷനിലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസ് ആണ്. ഒരു പൈപ്പ് ലൈനിൽ ഏത് പൊസിഷൻ, ഇൻക്ലൈൻഡ് പൊസിഷനിലാണെങ്കിലും വെർട്ടിക്കൽ പൊസിഷനിലാണെങ്കിലും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പൊസിഷനിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഹെഡ് ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ഉണ്ടാകുന്ന ഈ വൈ ലെവൽ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോർമുല വെച്ചിട്ട് H is equal to y into SH divided by SP minus 1 ഹെവിയർ ലിക്വിഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റർ ലിക്വിഡ് ആണെങ്കിൽ H is equal to y into 1 minus SL divided by SP. അങ്ങനെ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെഡ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ചാർജിന്റെ ഫോർമുല Q is equal to CD into A1 A2 divided by root of A1 square minus A2 square into root 2GH എന്നുള്ള ആ ഒരു ഫോർമുല എല്ലാ കേസിലും, ഇൻക്ലൈൻഡ് പൊസിഷന്റെ കേസിലാണെങ്കിലും വെർട്ടിക്കൽ പൊസിഷന്റെ കേസിലാണെങ്കിലും ഹൊറിസോണ്ടൽ പൊസിഷന്റെ കേസിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പോൾ വെഞ്ചറിമീറ്ററിൽ ഏത് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് മെഷർ ചെയ്യുന്ന ഫ്ലോ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നതിൽ എന്തുണ്ടാവില്ല? ഡിഫറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് വെഞ്ചറിമീറ്റർ എന്ത് ചെയ്യാം? ഏത് പൊസിഷനിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് ഓറിഫൈസ് മീറ്റർ. നെക്സ്റ്റ് വെഞ്ചറിമീറ്റർ പോലെ തന്നെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ന് ഓറിഫൈസ് മീറ്റർ. ഇതും ബെർണോളിസ് ഇക്വേഷന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇവിടെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വെഞ്ചറിമീറ്ററിൽ ഒരു ഡൈവേർജന്റ് കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് പോർഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് സർക്കുലർ ഹോൾ പ്ലേറ്റ് ആണ് ഉണ്ടാവുക. പൈപ്പിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ ഒരു ഷാർപ്പ് എഡ്ജ് ഉള്ള സർക്കുലർ പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്തില്ല. ഈ സർക്കുലർ പ്ലേറ്റിന്റെ ഡയ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 0.4 to 0.8 ടൈം പൈപ്പ് ഡയന്റെ റേഞ്ചിലായിരിക്കും. 0.4 to 0.8 സാധാരണഗതിയിൽ എത്രയാണ്? 0.5 ആണ് ആവറേജ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫ്ലൂയിഡ് ഈ ഒരു ഷാർപ്പ് ഹോളുള്ള പ്ലേറ്റിലൂടെ കോണ്ടാക്റ്റിൽ നിന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ട്രീം ലൈനായിട്ട് ഏരിയ മാക്സിമം കോൺട്രാക്ട് ചെയ്തിട്ട് ഒരു വെന കോൺട്രാക്റ്റ എന്നുള്ളൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ വെന കോൺട്രാക്റ്റിലായിരിക്കും എന്ത്? ഏറ്റവും മിനിമം ഏരിയ ഉണ്ടാവും. ഏറ്റവും മിനിമം പോയിന്റ് ആണ് എന്ത്? വെന കോൺട്രാക്റ്റ് എന്നത്. ഇവിടെ ഫ്ലൂയിഡ് എന്തായിരിക്കും? സ്ട്രീം ലൈനായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അവിടെ മിനിമം ഏരിയ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പൈപ്പിലെ വണ്ണെന്നുള്ള, അല്ലെങ്കിൽ പൈപ്പിലെ ഒരു വണ്ണെന്നുള്ള പോയിന്റിൻ്റെ ഇടയിലും ഈ വെന കോൺട്രാക്റ്റ
വരുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, ഹെഡ് ഡിഫറൻസ് മെഷർ ചെയ്യും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ബെർണോളിക്ക് ഇക്വേഷന്റെ പ്രിൻസിപ്പിൾ തന്നെ എന്താണ്, ഫ്ലോ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഹെഡ് കൂടും, വെലോസിറ്റി ഹെഡ് കൂടുമ്പോൾ കറസ്പോണ്ടിങ് പീസോമെട്രിക് ഹെഡ്, അതായത് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ ഹെഡ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, ഫ്ലോ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഫൈനലി ഫ്ലോ മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു A0 ഇൻറ്റു A1 ഇൻറ്റു √2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. ഈ A0 എന്ന് പറയുന്നത് എന്താണ്, A0 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓറിഫേസ് ആണ്. ഓർത്ത് വെക്കണം, വെന കോൺട്രാക്റ്റിലെ ഏരിയ അല്ല, ഏരിയ ഓഫ് ഓറിഫേസ്. ഈ ഒരു ഏരിയ ആണ് എന്ത്, A0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഇക്വേഷൻ ഡിറൈവേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഡിറൈവ് ചെയ്യുന്ന ഫൈനൽ ഇക്വേഷനിൽ എന്താണ്, ഡിസ്ചാർജിന്റെ ഇക്വേഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു A0 ഇൻറ്റു A1 ഇൻറ്റു √2GH ഡിവൈഡ് ബൈ A1 സ്ക്വയർ മൈനസ് A0 സ്ക്വയർ. ഇവിടെ A0 എന്ന് പറയുന്ന ഏരിയ ഓഫ് ഓറിഫേസ് ആണെന്ന് ഓർത്ത് വെക്കുക. A1 എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് പൈപ്പാണ്. ജനറലി നമ്മൾ ഓറിഫേസിന്റെ ഡയ സെലക്ട് ചെയ്യുന്നത് എത്രയാണ്, 0.5 ആയിരിക്കും. 0.5 ആയിരിക്കും. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 0.4 to 0.8 ടൈംസ് ഡയമീറ്റർ ഓഫ് പൈപ്പാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതിൽ ഈ വെഞ്ചുറിമീറ്ററിന്റെ ത്രോട്ട് ഡൈയും പൈപ്പിന്റെ ഡൈയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1/4 to 3/4 ആണ്. നമ്മൾ ഓറിഫേസ് മീറ്ററിന്റെ 0.4 to 0.8 എന്ന് പറഞ്ഞ പോലെ വെഞ്ചുറിമീറ്ററിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 0.4 to 3/4 ആണ്. 0.4 to 3/4. ഇനി എന്തൊക്കെയാണ് ഈ വെഞ്ചുറിമീറ്ററും ഓറിഫേസ് മീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? അതായത് വെഞ്ചുറിമീറ്റർ സാധാരണ നമ്മൾ ലാർജ് സൈസ് പൈപ്പുകളിലാണ് ഉപയോഗിക്കുന്നത്. ഓറിഫേസ് മീറ്റർ സ്മോൾ സൈസ് പൈപ്പുകളിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ വെഞ്ചുറിമീറ്ററിന്റെ സി ഡി നമ്മൾ നേരത്തെ പറഞ്ഞു 0.96 to 0.98 വരെയാണ്. അതേസമയം ഓറിഫേസ് മീറ്ററിന്റെ സി ഡി, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് വളരെ കുറവാണ്. 0.64 റേഞ്ചിലാണ് എന്തുണ്ടാവുക, ഓറിഫേസ് മീറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ 0.64. അതേസമയം വെഞ്ചുറിമീറ്ററിന്റെ ആണെങ്കിൽ 0.96 to 0.98 വരെയാണ്. അപ്പോൾ ഇവിടെ വെഞ്ചുറിമീറ്ററിന്റെ കേസിൽ ലോസസ് എനർജി ലോസസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവാണ്. അതേസമയം ഓറിഫേസ് മീറ്ററിൽ ഹൈ ലോസസ് ഓഫ് എനർജിയാണ്. ഒരു ക്രോസ് പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലാണ്. പിന്നെ വെഞ്ചുറിമീറ്റർ ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി എന്താണ്, ഓറിഫേസ് മീറ്റർ ഫിക്സ് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ലാർജ് സ്പേസ് വേണം. അതേസമയം ഓറിഫേസ് മീറ്റർ ഫിക്സ് ചെയ്യാൻ ഒരു വെർട്ടിക്കൽ പ്ലേറ്റ് മാത്രം പൈപ്പിൽ ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, കമ്പാരിറ്റീവ്ലി വളരെ സ്മോൾ സ്പേസ് മതി. ഇതൊക്കെയാണ് ഓറിഫേസ് മീറ്ററും വെഞ്ചുറിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് എന്ത്, പിറ്റിയോ ട്യൂബ്. പിറ്റിയോ ട്യൂബ് നമ്മൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിറ്റിയോ ട്യൂബ് ഉപയോഗിക്കുന്നത്. വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ. ഇവിടെ പിറ്റിയോ ട്യൂബിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പിറ്റിയോ ട്യൂബ് എന്ന് പറയുന്നത് ഒരു ബെൻഡ് ട്യൂബാണ്. ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ ഒരു ബെൻഡ് പോർഷൻ ഉണ്ടാവും, അതായത് ഈ ഒരു ബെൻഡ് ലെഗും ഉണ്ടാവും, ഒരു സ്റ്റെം പോർഷനും. ഈ പിറ്റിയോ ട്യൂബിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതായത് വെലോസിറ്റി ഓഫ് ഫ്ലോ 0 ആകുമ്പോൾ, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ 0 ആയി കഴിഞ്ഞാൽ അവിടെ പ്രഷർ എനർജി എന്താവും, പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യും. അതായത് കൈനറ്റിക് എനർജി എന്താവും, കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അതാണ് എന്ത്, പിറ്റിയോ ട്യൂബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ബെൻഡ് ട്യൂബ് ഫ്ലോനെ ഫേസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബെൻഡ് ട്യൂബാണ് പിറ്റിയോ ട്യൂബിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, പർട്ടിക്കുലർ പോയിന്റിൽ, ഈ എസ് എന്നുള്ള പോയിന്റിൽ ഈ ബെൻഡ് ട്യൂബ് കാരണം എന്താ, ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഈ ഒരു എസ് എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും, വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി 0 ആകുമ്പോൾ
ആ കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതായത് അത് ഇവിടെ ഒരു പിറ്റിയോ ട്യൂബിൽ ഒരു ഹെഡ് ഡിഫറൻസ് കാണിക്കും. ഈ ഹെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഗ്നേഷൻ ഹെഡ് ഡിഫറൻസ് ആണ്. സ്റ്റാഗ്നേഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? വെലോസിറ്റി 0 ആകുന്നു, കറസ്പോണ്ടിങ് പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഇവിടെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് പിറ്റിയോ ട്യൂബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു പീസോമീറ്റർ ഈ പൈപ്പിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന ഹെഡ് എന്തായിരിക്കും? ഫ്ലോന്റെ ഹെഡ് എന്ന് പറയുന്നത്, അവിടെ കാണിക്കുന്ന ഹെഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഹെഡ് ആയിരിക്കും. ഇനി പിറ്റിയോ ട്യൂബിൽ കാണിക്കുന്ന ഹെഡ് എന്തായിരിക്കും? സ്റ്റാഗ്നേഷൻ ഹെഡ് ആയിരിക്കും പിറ്റിയോ ട്യൂബിൽ കാണിക്കുന്ന ഹെഡ്. ഈ ഹെഡ് ഡിഫറൻസ് മെഷർ ചെയ്തിട്ടാണ്, അതായത് സ്റ്റാറ്റിക് മൈനസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈനാമിക് ഹെഡ് H is equal to stagnation head minus static head. ഈ ഹെഡ് ഡിഫറൻസ് H നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഒരു പീസോമീറ്ററും പിറ്റിയോ ട്യൂബിൽ ഉണ്ടാകുന്ന ഈ ഹെഡ് സ്റ്റാഗ്നേഷൻ ഹെഡും വെച്ചിട്ട്, പീസോമീറ്റർ വെച്ചിട്ട് നമുക്ക് സ്റ്റാറ്റിക് ഹെഡ് മെഷർ ചെയ്യാം, പിറ്റിയോ ട്യൂബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാഗ്നേഷൻ ഹെഡ് മെഷർ ചെയ്യാം. ഈ രണ്ട് ഹെഡും മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റും. വെലോസിറ്റി ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു V is equal to √2g into HS minus HO. HS എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ മെഷർ ഹെഡ്, HO എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഹെഡ്. അപ്പം V is equal to √2gh എന്ന് എഴുതാം. V is equal to √2gh. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ പിറ്റിയോ ട്യൂബിന്റെ കേസിൽ എപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നത്, പിറ്റിയോ ട്യൂബ് എന്ത് ഹെഡാണ് മെഷർ ചെയ്യുന്നത്? പിറ്റിയോ ട്യൂബ് സ്റ്റാഗ്നേഷൻ ഹെഡാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാഗ്നേഷൻ ഹെഡ് നമ്മളൊരു പീസോമീറ്റർ ഫിക്സ് ചെയ്തിട്ട് സ്റ്റാറ്റിക് ഹെഡ് മെഷർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡൈനാമിക് ഹെഡ് മെഷർ ചെയ്യുന്നതും വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പിറ്റിയോട്ട് സ്റ്റാറ്റിക് ട്യൂബ്. ഈ പിറ്റിയോട്ട് സ്റ്റാറ്റിക് ട്യൂബിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും, സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എന്താ പിറ്റിയോട്ട് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്? അവിടെ എന്താണ് പിറ്റിയോട്ട് ട്യൂബുമായിട്ടുള്ള ഡിഫറൻസ്? പിറ്റിയോട്ട് സ്റ്റാറ്റിക് ട്യൂബിൽ രണ്ട് കോൺസെൻട്രിക് ട്യൂബ്സ് ഉണ്ട്, അതായത് ഒരു ട്യൂബ് ഡയറക്ഷൻ ഓഫ് ഫ്ലോനെ ഫേസ് ചെയ്തിട്ട് ഓപ്പണിംഗ് ഉള്ള ട്യൂബ് ആയിരിക്കും, അതായത് സെൻട്രൽ ട്യൂബ്. അതിന്റെ ആനുലാർ സ്പേസിൽ വേറൊരു ആനുലാർ സ്പേസും കൂടി ഉണ്ടാവും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മുടെ ഫ്ലോയിങ് ഫ്ലൂയിഡിനെ ഡയറക്റ്റ് ഫേസ് ചെയ്തിട്ടില്ല, ഇവിടെ ഫ്ലോയിങ് ഫ്ലൂയിഡിലേക്ക് ഒരു ഓപ്പണിംഗ് ഉള്ള ഒരു ഹോള് ഡ്രില്ല് ചെയ്തിരിക്കുന്ന ഒരു ആനുലാർ കോൺസെൻട്രിക് ട്യൂബും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ സെൻട്രൽ ഫ്ലോനെ ഡയറക്റ്റ് ഫേസ് ചെയ്തിരിക്കുന്ന സെൻട്രൽ ബെൻഡ് ട്യൂബ് എന്താ മെഷർ ചെയ്യുക? അത് സ്റ്റാഗ്നേഷൻ പ്രഷർ ആയിരിക്കും മെഷർ ചെയ്യുക. കാരണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ സ്റ്റോപ്പ് ആകുന്നു, ഫ്ലോ 0 വെലോസിറ്റിയിലേക്ക് വരുന്നുണ്ട്. അത് കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇവിടെ അതിന്റെ കോൺസെൻട്രിക് ആയിട്ടുള്ള ഈ ഒരു ആനുലാർ സ്പേസ് അല്ലെങ്കിൽ കോൺസെൻട്രിക് ട്യൂബ് എന്താ മെഷർ ചെയ്യുന്നത്? അവിടെ സ്റ്റാറ്റിക് ഹെഡ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ഹെഡ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഹോളും സ്റ്റാഗ്നേഷൻ, അപ്പോൾ ഈ സ്റ്റാറ്റിക് ഹോള് ഫിക്സ് ചെയ്തിരിക്കുന്ന ട്യൂബും സ്റ്റാഗ്നേഷൻ പ്രഷർ കാണിച്ചിരിക്കുന്ന ട്യൂബും, ഇത് രണ്ടിൻ്റെ എൻഡ് നമ്മളൊരു ഡിഫറൻഷ്യൽ മാനോമീറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് മെഷർ ചെയ്യുന്ന എന്തായിരിക്കും? അവിടെ ഡയറക്റ്റ് നമുക്ക് അവിടുന്ന് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് അവിടുന്ന് ഡൈനാമിക് ഹെഡ് മെഷർ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റാഗ്നേഷൻ ഹെഡ് മൈനസ് സ്റ്റാറ്റിക് ഹെഡ് എന്നുള്ള ഹെഡ് ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഡൈനാമിക് ഹെഡ് മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ വെഞ്ചറി മീറ്ററിന്റെ കേസിലൊക്കെ പറഞ്ഞതുപോലെ ഡൈനാമിക് ഹെഡ് H is equal to Y into SM minus S minus 1. അതായത് SM എന്ന് പറയുന്നത് എന്തായിരിക്കും? മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. S എന്ന് പറയുന്ന ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി -1. അതായത് നമുക്ക് ഡിഫറൻഷ്യൽ മാനോമീറ്ററിലെ ഹൈറ്റ് ഡിഫറൻസ് Y എന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെഡ് ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഏതിൽ?
പിറ്റ്യൂട്ട് സ്റ്റാറ്റിക് ട്യൂബിൻ്റെ കേസിൽ. പിറ്റ്യൂട്ട് സ്റ്റാറ്റിക് ട്യൂബിൻ്റെ കേസിൽ അറ്റ് എ ടൈം എന്ത് മെഷർ ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് സ്റ്റാഗ്നേഷൻ പ്രഷറും മെഷർ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്കൊരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്ത് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ പിറ്റ്യൂട്ട് ട്യൂബ് എന്ത് പ്രഷറാണ് മെഷർ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അത് സ്റ്റാഗ്നേഷൻ പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും അല്ലെങ്കിൽ ഡൈനാമിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പിറ്റ്യൂട്ട് സ്റ്റാറ്റിക് ട്യൂബാണ്. പിറ്റ്യൂട്ട് സ്റ്റാറ്റിക് ട്യൂബ്. സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും മെഷർ ചെയ്യാൻ പറ്റുന്നത് പിറ്റ്യൂട്ട് സ്റ്റാറ്റിക് ട്യൂബിനാണ്. ഇനി നെക്സ്റ്റ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ്. ഇവിടെ ആദ്യം നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്ട് ടു ഏരിയ ഓഫ് ദ ഓറിഫൈസ്. ഓറിഫൈസിന്റെ കേസിൽ ഈ വെന കോൺട്രാക്റ്റിലുള്ള ഏരിയ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഓറിഫൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കേസിലാണെങ്കിൽ A2/A0. ഏരിയ ഓഫ് വെന കോൺട്രാക്ട് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഓറിഫൈസിനാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ ആവറേജ് വാല്യൂ സാധാരണയിൽ 0.64 ആയിരിക്കും. 0.64. ഇനി നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്ട് ടു തിയററ്റിക്കൽ വെലോസിറ്റി. ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വെന കോൺട്രാക്ട് ടു തിയററ്റിക്കൽ വെലോസിറ്റി. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം തിയററ്റിക്കൽ വെലോസിറ്റി എന്താണ്? പിറ്റ്യൂട്ട് ട്യൂബ് വെച്ച് കണ്ടുപിടിക്കുന്ന √2gh. ആക്ച്വൽ വെലോസിറ്റി v ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു v/√2gh. v/√2gh. ഇതിന്റെ ആവറേജ് വാല്യൂ, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിന്റെ ആവറേജ് വാല്യൂ 0.98 ഒക്കെ ആയിരിക്കും. 0.98. ഇനി നെക്സ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് ത്രൂ ആൻ ഓറിഫൈസ് ടു തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് through an orifice to theoretical discharge. TD is equal to QA/QTH. Actual discharge divided by theoretical discharge. ഇത് ഓറിഫൈസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ആവറേജ് വാല്യൂ 0.6 ഒക്കെ ആയിരിക്കും. ഇനി വെഞ്ചറിമീറ്ററിന്റെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് 0.96 to 0.98. ഇനി നമുക്ക് ഇവിടെ നിങ്ങൾ ഈ ഒരു വേറൊരു റിലേഷനും കൂടി ഓർത്ത് വെക്കണം. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഡിസ്ചാർജിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ, ആക്ച്വൽ ഏരിയ ഇൻറ്റു ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡ് ബൈ തിയററ്റിക്കൽ ഏരിയ ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. അപ്പോൾ ഈ ആക്ച്വൽ ഏരിയ ബൈ തിയററ്റിക്കൽ ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആക്ച്വൽ ഏരിയ ഓഫ് അറ്റ് വെന കോൺട്രാക്ട് ഡിവൈഡ് ബൈ ആക്ച്വൽ ഏരിയ ഓഫ് ഓറിഫൈസ് എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. പിന്നെ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷനും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി. ഇനി നമ്മൾ ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് എക്സ്പെരിമെന്റലി എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഈ ഒരു വാല്യൂസ് തന്നിട്ട് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറയാം. അതായത് നമ്മൾ ഒരു മെഷറിംഗ് ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഷറിംഗ് ടാങ്കിന്റെ ഏരിയ ഇൻറ്റു മെഷറിംഗ് ടാങ്കിലെ വാട്ടറിന്റെ റൈസ്, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള റൈസിന് അങ്ങനെയാണെങ്കിൽ, അതായത് മെഷറിംഗ് ടാങ്കിന്റെ ഏരിയ ഇൻറ്റു റൈസ് ഓഫ് വാട്ടർ ലെവൽ എന്ന് പറയുമ്പോൾ എന്തായി? അതിന്റെ വോളിയം ആയി. അതൊരു പർട്ടിക്കുലർ ടൈം ആ റേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടി. അതായത് നമ്മളൊരു ടാങ്കിലേക്ക് കളക്ട് ചെയ്യുന്നു. ആ ടാങ്കിന്റെ ഏരിയ ഇൻറ്റു ആ പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന റൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്ചാർജ് ആയിരിക്കും. ഇനി നമുക്കറിയാം തിയററ്റിക്കൽ ഡിസ്ചാർജ് നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ഓറിഫൈസ് ഇൻറ്റു √2gh. ഏരിയ ഓഫ് ഓറിഫൈസ് ഇൻറ്റു √2gh. അങ്ങനെയാണെങ്കിൽ എക്സ്പെരിമെന്റലി കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഓറിഫൈസ് ഇൻറ്റു √2gh. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ തരാം. പ്രാക്ടിക്കലായിട്ട്
നമ്മുടെ ഒരു കളക്ടിങ് ടാങ്കിലേക്ക് ഇത്രയും ടൈം എടുത്തിട്ട് ഇത്ര ഹെഡ് റേസ് ഉണ്ടാവുന്നു. അപ്പം എത്രയായിരിക്കും ആക്ച്വൽ ഡിസ്ചാർജ് എന്നും അതുപോലെ തന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. ഇനി നെക്സ്റ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് കൺസിഡർ ചെയ്യുക. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ഉണ്ട്. നമ്മൾക്ക് ഏറ്റവും ബോട്ടത്തിൽ ഒരു ഓറിഫേസ് കൊടുത്തിട്ടുണ്ട്. ആ ഓറിഫേസിലേക്കുള്ള ഹെഡ് എച്ച് ആണ്. ഈ ഓറിഫേസ് എന്നുള്ള ഈ CC എന്നുള്ള ക്രോസ് സെക്ഷൻ എന്താണ്? വെന കോൺട്രാക്റ്റ് ആണ്. അവിടുന്ന് ഒരു ജെറ്റ് ഫോം ചെയ്യുന്നു. അതിൽ ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ത് കാരണമായിരിക്കും? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ത് കാരണമായിരിക്കും? ഹെഡ് കാരണമായിരിക്കും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഉണ്ടാവുന്ന ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y എന്ന് പറയുന്നത് എന്ത് കാരണമായിരിക്കും? ഗ്രാവിറ്റി കാരണമായിരിക്കും. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രഷർ ഹെഡ് കാരണമായിരിക്കും. അതായത് ഈ H ഹെഡ് കാരണമായിരിക്കും. വെർട്ടിക്കൽ മൂവ്മെന്റ് എന്ത് കാരണമായിരിക്കും? ഗ്രാവിറ്റി കാരണമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് x എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻറ്റു ടൈം. കാരണം എന്താണ്? അത് ഹെഡ് കാരണമാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ടാകും. ഇനി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്ക് ലോസ് ഓഫ് മോഷൻ വെച്ച് എഴുതാം. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് y ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു g ഇൻറ്റു ടി സ്ക്വയർ. കാരണം എന്താണ്? അത് ഗ്രാവിറ്റി കാരണമാണ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ടൈമിനെ നമുക്ക് റൂട്ട് ഓഫ് y ഇൻറ്റു 2y ബൈ g എന്ന് എഴുതാം. ഈ ടൈമിന് പകരം ഈ റൂട്ട് ഓഫ് 2y ഇൻറ്റു g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് gx² ബൈ 2y എന്നാണ്. അതായത് ഈ x എന്നുള്ള ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ത് കാരണമാണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. ഇനി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഗ്രാവിറ്റി കാരണമാണ്. അതിൻ്റെ ഫോർമുല ഹാഫ് GT². ഇതിൽ ടൈമിന് പകരം അതായത് ഈ ഇക്വേഷന് ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2y ബൈ g എന്ന് എഴുതാം. ഇനി ടൈമിന് പകരം ഈ ആദ്യത്തെ ഇക്വേഷനിൽ ആ റൂട്ട് 2y ബൈ g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടും? അതായത് ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് gx² ബൈ 2y എന്ന് കിട്ടും. ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് എന്ന് പറയുന്നത് റൂട്ട് gx² ബൈ 2y എന്ന് കിട്ടും. ഇനി നമുക്കറിയാം തിയററ്റിക്കൽ വെലോസിറ്റി എന്താ? ഈക്വൽ ടു റൂട്ട് 2gh ആണ്. അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡ് ബൈ തിയററ്റിക്കൽ വെലോസിറ്റി. അത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഈ തിയററ്റിക്കൽ വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CV ഈസ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു x ബൈ റൂട്ട് 4yh എന്ന്. 4yh. ഈ y എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫേസിന്റെ സെൻട്രൽ മുതൽ നമ്മുടെ, അതായത് ഈ ഒരു ജെറ്റ് ഫോം ചെയ്യും. ഈ ജെറ്റിന്റെ വെർട്ടിക്കൽ ഡിഫറൻസ് ആണ്. സെൻട്രൽ മുതലുള്ള വെർട്ടിക്കൽ ഡിഫറൻസിനെയാണ്, ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഇങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് കൈനറ്റിക്സിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, ഒരു ഫ്ലൂയിഡ് മോഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, അതുപോലെ തന്നെ ബെർണോളിക് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ്, വെഞ്ചുറിമീറ്റർ, ഓറിഫേസ് മീറ്റർ, പിറ്റ്യൂട്ട് ട്യൂബ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, വെഞ്ചുറിമീറ്ററിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, ഓറിഫേസ് മീറ്ററിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ പിറ്റ്യൂട്ട് സ്റ്റാറ്റിക് ട്യൂബ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.